അപ്പോൾ ഹായ് ഹലോ വെൽക്കം. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ. ഒരു ഡീപ്പ് ക്ലീനിങ് സൺഡേ വ്ളോഗാണ്. സൺഡേ ഞങ്ങൾ സാധാരണ കംപ്ലീറ്റ് ക്ലീനിങ് ചെയ്യുന്നൊരു ദിവസമാണ്. വാക്യൂം ക്ലീനർ കിട്ടിയായിരുന്നു. സോ എല്ലാ മുക്കും മൂലയും ഇത് വെച്ചിട്ട് ഇന്നൊരു പിടുത്തം പിടിക്കണം. അപ്പം ഞങ്ങളൊഴികെ എല്ലാം ക്ലീൻ ആയത്. അതിൻ്റെ ആനക്കൊട്ടിനൊക്കെ വെളുത്തു. സൺഡേ കുറേ പണികളുണ്ട്. പുറത്തുനിന്ന് ഫുഡ് മേടിച്ച് കുറച്ചധികം ഞങ്ങൾ ഹെവി ആക്കും. എന്നിട്ടേ ഞങ്ങളുടെ പരിപാടി തുടങ്ങുള്ളൂ. സൺഡേ രാവിലെ എണീറ്റ് കുക്ക് ചെയ്യാനൊന്നും പറ്റുമെന്നില്ല. അപ്പോൾ ആദ്യം തന്നെ ഒന്ന് അടിച്ചു വാരാം, ജസ്റ്റ് ഒന്ന് തുടയ്ക്കാം. ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഇങ്ങനെ പാട്ടൊക്കെ കേട്ടോണ്ടേ ചെയ്യുള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് പരിപാടികൾ തീരും. ക്ലീൻ ചെയ്യുമ്പോൾ എനിക്ക് പാട്ട് കേൾക്കണം, അത് ഭയങ്കര നിർബന്ധമാണ്. Welcome to MC Music World. Bluetooth mode. ഇത് കോഴിക്കോട് മിഠായി തെരുവിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള കേട്ടോ. കാണാൻ ഭയങ്കര എക്സ്തെറ്റിക്കും ക്യൂട്ടും ആയിട്ടില്ല. അതാണ് ഈ സാധനം മേടിച്ചത്. വെള്ളം കുടിച്ചു പോയി. ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ച് എനർജി ആക്കിയതിന് ശേഷം നമുക്ക് അടുത്ത പണിയിലേക്ക് പോവാം. പുതപ്പ്, പില്ലോ കവറ്, ബെഡ്ഷീറ്റ് മുതലായ എല്ലാ ഐറ്റംസും ഒന്ന് വെയിൽ കൊള്ളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സൺഡേ ഇവിടുന്ന് ഭയങ്കര തട്ടുമുട്ടുക. അപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് വീട്ടിലെ ആൻറ്റി ഇങ്ങോട്ട് നോക്കിയിരുന്ന് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ. ഞങ്ങൾ രണ്ടും കൂടെ ഒരുമിച്ച് ക്ലീൻ ചെയ്യുന്നതുകൊണ്ടായിരിക്കും. അങ്ങനെ ആൻറ്റിക്ക് ഹായ് കൊടുത്ത് ഇനി പയ്യെ നമുക്ക് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിക്കാം. ബെഡ്ഷീറ്റ് വിരിച്ച് കിടന്നുറങ്ങി പോകും കേട്ടോ. അത്രയ്ക്ക് സുഖാട്ടോ. എല്ലാ മുക്കും മൂലയും പരിശോധിച്ചിട്ടും എനിക്കൊരു സമാധാനമാവുന്നില്ല. വെയിലൊക്കെ അടിച്ചിട്ട് ബെഡ്ഷീറ്റിനൊരു സൂര്യൻ്റെ നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. കണക്കുകളൊന്നും അങ്ങോട്ട് കറക്റ്റ് ആവുന്നില്ലല്ലോ. ഒരുത്തനിപ്പോൾ സൗണ്ടുകളൊക്കെ ഭയങ്കര പേടിയാണ്. വാക്യൂം ക്ലീനറിൻ്റെ സൗണ്ട് വന്നപ്പോഴത്തേന് നേരെ കട്ടിലിൻ്റെ അടിയിൽ കയറിയിട്ടോ. അപ്പോൾ ഞാൻ പുള്ളീൻ്റെ അടുത്ത് പുറത്തേക്ക് പോയി കൊഞ്ചിച്ചൊന്ന് സെറ്റായി വന്നപ്പോഴത്തേനും പിന്നെയും കട്ടിലിൻ്റെ അടിയിൽ കയറി. അപ്പോൾ അതാ ഒരു JCB പോണു. പിന്നെ കുറേ നേരം അതിനെ ഇങ്ങനെ നോക്കിയിരുന്നു. വല്ലാത്തൊരു സുഖമായിട്ട് ഇതിങ്ങനെ നോക്കിയിരിക്കാൻ. അപ്പോൾ കർട്ടൻ സെറ്റ്, റൂമുകൾ സെറ്റ്, ഇനി ബാക്കി സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. ഈ ഒരു ചവിട്ടി ഞാൻ മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. ഇത് വാക്യൂം ക്ലീനർ വെച്ചിട്ടൊന്ന് വലിച്ചു കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി ക്ലീനായി. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താ ഒരുത്തൻ്റെ പേടിയൊക്കെ പോയി. ആൾക്ക് ഒരു ദിവസം നമ്മൾ വാക്യൂം ക്ലീനർ കൊണ്ട് ക്ലീൻ ചെയ്യും, ബാക്കി ദിവസങ്ങളിൽ മൊത്തം നമ്മൾ ക്ലീൻ ചെയ്യും. കാരണം പൂച്ചയുണ്ട്, പിന്നെ പെട്ടെന്ന് പൊടിയേറും, അവൻ്റെ രോമമുണ്ട്. അപ്പോൾ അതുകൊണ്ട് വാക്യൂം ക്ലീനർ കൊണ്ട് മൊത്തത്തിൽ പിടിച്ചില്ലെങ്കിൽ അത് ക്ലീൻ ആയി കിടക്കും. ഇത്രയും നേരം പേടിച്ച് വിറച്ചിരുന്ന കുട്ടിയാട്ടോ ഇപ്പോൾ ഈ ത്രെഡ് കണ്ടപ്പോഴത്തേനും പയ്യെ പുറത്തേക്ക് വരുന്നുണ്ട്. ഇനി ഇവനെ എടുത്തൊന്ന് ചീകി ഇവനെയും ക്ലീൻ ആക്കും. ഇപ്പം അങ്ങനെ പഴയ പോലെ പുറത്തൊന്നും അധികം ഇറക്കാറില്ല. വീടിനുള്ളിൽ തന്നെയാണ് കുറേ നേരം റെസ്റ്റും പരിപാടിയൊക്കെ ആയിട്ട്. ആൾക്ക് ചെറിയൊരു ഇഞ്ചുറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഞങ്ങളും പുള്ളിയും റിക്കവറായി വരുന്നത് കഴിഞ്ഞപ്പോഴത്തേനും പയ്യെ ജനലൊക്കെ അടച്ച് കർട്ടനൊക്കെ ഇട്ട് നമുക്കൊന്ന് ഇരുട്ട് സെറ്റ് ചെയ്യാം, എങ്കിലേ തണുപ്പ് നിൽക്കുകയുള്ളൂ. ജനലൊക്കെ ഞാൻ അടച്ചു. ഇത്രയും വെന്റിലേഷൻ മതി. ബിക്കോസ് ഒരാൾ അടിയിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ആള് ജനല് തുറന്നിട്ട് അപ്പം ഇറങ്ങി മൂടിക്കളയും. കഥം. സൺഡേ ഭയങ്കരമായിട്ട് വിശക്കും. കാരണം ചില്ലറപ്പണിയൊന്നും അല്ല എടുക്കുന്നത്. അപ്പോൾ ഇന്ന് ക്യാരറ്റ്, സോസേജ്, അച്ചാറ്, മോരുകറി, ഇത്രയും സാധനം വെച്ചിട്ട് വേഗം ചോറുണ്ടു. കുറച്ചധികം നേരം റെസ്റ്റ് എടുത്തപ്പോഴത്തേനും ഒരാൾ ഇറങ്ങി എണീറ്റ് വരുന്നുണ്ട്. കണ്ണുപോലും തുറന്നിട്ടില്ല കേട്ടോ. അദ്ദേഹം മൂത്രമൊഴിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ ക്ലീൻ ആക്കണം. പിന്നെ കുറച്ച് നേരം എന്നെ നോക്കി ഇങ്ങനെ കണ്ണും മിഴിച്ചിരുന്ന് പുള്ളിക്ക് ഫുഡൊക്കെ കൊടുത്തു. ഹാപ്പി. വൈകുന്നേരം ആയപ്പോഴത്തേനും നല്ല മഴയുണ്ടായിരുന്നു. ഒരു കുളിയൊക്കെ അങ്ങ് പാസ്സാക്കി. കുളി കഴിഞ്ഞപ്പോൾ എന്താ ഒരു സമാധാനം. ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് ഫാമിലിയായിട്ട് എൻജോയ് ചെയ്തു. വീട് വൃത്തിയായി കിടക്കുമ്പോൾ വാട്ട് എ പോസിറ്റീവ് എനർജി. പണ്ടൊക്കെ സാറ്റർഡേ സൺഡേ എന്ന് പറഞ്ഞാൽ ട്രിപ്പ് മൂഡായിരുന്നു. ഇപ്പോൾ അത് ഫാമിലി മൂഡായി. ഇപ്പോൾ ഞങ്ങളുടെ സൺഡേ എന്ന് പറഞ്ഞാൽ എല്ലാം ഒന്ന് റീഅറേഞ്ച് ചെയ്യുക. അതാണിപ്പോൾ മെയിൻ. ബിഫോർ ആൻഡ് ആഫ്റ്റർ മാരേജ് ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ, ആഫ്റ്റർ മാരേജ് നമുക്ക് കുറച്ചും കൂടെ ഫാമിലി ടൈം കൂടും. പക്ഷേ ഫാമിലി ടൈമും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളും കൂടെ ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റണം. അങ്ങനെ സൺഡേ ഞങ്ങളും ക്ലീനായി, വീടും ക്ലീനായി. അപ്പോൾ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ